എല്ലാവർക്കും ടെക്സ്റ്റ്ബുക്കിന്റെ മറ്റൊരു അടിപൊളി എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടു ജാവയുടെ ബേസിക് ഫീച്ചേഴ്സ്, പ്രിൻസിപ്പിൾസ്, അതുപോലെ ജാവ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നു, എക്ലിപ്സ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നു എന്നീ കാര്യങ്ങൾ. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് വേരിയബിൾസ്, ഡാറ്റ ടൈപ്സ്, ഓപ്പറേറ്റേഴ്സ്, ഓപ്പറേറ്റർ പ്രസിഡൻസ്, അതുപോലെ തന്നെ ഒരു സിമ്പിൾ ജാവ കോഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു, അതിൽ എങ്ങനെ കമ്പൈൽ ചെയ്യാം, എങ്ങനെ റൺ ചെയ്യാം എന്നീ കാര്യങ്ങൾ നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് മെസ്സേജ് ചെയ്യുകയും കമൻ്റായിട്ട് ഇടുകയും ചെയ്യുക. ഒപ്പം തന്നെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് ഒരു ജാവ പ്രോഗ്രാം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, സേവ് ചെയ്യുന്നത്, കമ്പയർ ചെയ്യുന്നത്, റൺ ചെയ്യുന്നതൊക്കെയാണ് കാണാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ആദ്യം ഒരു നോട്ട് പാഡ് ഓപ്പൺ ചെയ്യുക. അതിലാണ് നമ്മൾ പ്രോഗ്രാം എഴുതി കൊടുക്കുന്നത്. അതിൽ നിന്ന് ഓർത്തിരിക്കുന്ന ചില കാര്യങ്ങൾ: ഒന്നാമത്, ക്ലാസ് നെയിം എപ്പോഴും നമ്മൾ എഴുതുന്നത് സ്റ്റാർട്ടിംഗ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. ഒരിക്കലും ക്ലാസ് നെയിം, വേരിയബിൾ നെയിംസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരിക്കലും നമ്മൾ കീവേഡ്സ് യൂസ് ചെയ്യത്തില്ല. അതായത് ഡാറ്റ ടൈപ്സോ മോഡിഫയേഴ്സോ ആ നെയിംസ് ഒന്നും ഒരിക്കലും നമ്മൾ ഈ വേരിയബിൾ നെയിംസിനും ക്ലാസ് നെയിംസിനും ഒന്നും കൊടുക്കത്തില്ല. അത് ഓർത്തിരിക്കുക. പിന്നെ അതുപോലെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്ലാസ് നെയിംസും വേരിയബിൾസ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ കേസ് സെൻസിറ്റീവ് ആണ്, അത് മറക്കരുത്. അപ്പോൾ ആദ്യം ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ക്ലാസ് ഒരു പേര് കൊടുക്കുക. ഞാൻ തൽക്കാലം ഫസ്റ്റ് പ്രോഗ്രാം എന്ന് കൊടുക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് മൾട്ടിപ്പിൾ വേർഡ്സ് ജോയിൻ ചെയ്യാം, പക്ഷെ അത് സ്പേസ് ഇട്ട് എഴുതരുത്, ഒരു സിംഗിൾ വേർഡായിട്ട് എഴുതാവൂ. അപ്പം അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലെറ്റേഴ്സ്, അത് 2-3 വേർഡ്സ് ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് പ്രോഗ്രാം 2 വേർഡ്സ് ആണത്, പക്ഷെ അതിന് ഒരുമിച്ച് എഴുതുമ്പോഴത്തേക്കും അതിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കുക, എഫും പിയും. ശേഷം കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് args കൊടുക്കുന്നു. ഇതിൽ പബ്ലിക് എന്താണ്, സ്റ്റാറ്റിക് എന്താണ്, വോയിഡ് എന്താണ്, മെയിൻ എന്താണ്, സ്ട്രിംഗ് എന്താണ്, ഇത് നമുക്ക് കാണാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഞാൻ. അതുപോലെ ഈ args എന്നൊരു വേരിയബിൾ നെയിമാണ്. നിങ്ങൾക്ക് അതിന് കൊടുക്കണമെന്നില്ല, എന്ത് വേണമെങ്കിലും കൊടുക്കാം. arg എന്നോ എക്സ് എന്നോ വൈ എന്ന് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇതിൻ്റെ യൂസ് എന്താണെന്ന് കാണാം. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് args, ഇതിലെ ഓരോ കമ്പോണൻസ് എന്താണെന്ന് നോക്കാം. ആദ്യം പബ്ലിക് എന്ന് പറയുന്നത് ഒരു ആക്സസ് മോഡിഫയർ ആണ്. ദെൻ വാട്ട്സ് യൂസ് ഓഫ് ആക്സസ് മോഡിഫയർ? എവിടെ നിന്ന് ആർക്കൊക്കെ ഒരു വേരിയബിളിനെ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിനെ അല്ലെങ്കിൽ ഒരു മെത്തേഡിനെ ആക്സസ് ചെയ്യാം, അത് ഡിഫൈൻ ചെയ്യുന്നതാണ് ആക്സസ് മോഡിഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പല ടൈപ്പ് ആക്സസ് മോഡിഫയേഴ്സ് ഉണ്ട്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണും. അപ്പോൾ ഈ മെയിൻ മെത്തേഡ് എപ്പോഴും പബ്ലിക് ആയിട്ടായിരിക്കും കൊടുക്കുക. പബ്ലിക് മീൻസ് ഗ്ലോബൽ ആക്സസ് ആണ്, എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാനായിട്ട് കഴിയും. അതിനാണ് പബ്ലിക് ആക്സസ് മെയിൻ മെത്തേഡിന് കൊടുക്കുന്നത്. രണ്ടാമത്തെ കീവേഡാണ് സ്റ്റാറ്റിക്. അത് യൂസ് ചെയ്യുന്നത് മെയിൻ മെത്തേഡിനെ ഇൻസ്റ്റൻഷ്യേറ്റ് ചെയ്യാതെ തന്നെ ഇൻവോക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കോൾ ചെയ്യാനായിട്ടാണ്. ദാറ്റ് മീൻസ് നോ നീഡ് ഓഫ് ഒബ്ജക്റ്റ് ക്രിയേഷൻ. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ക്ലാസ്സിനെ കോൾ ചെയ്യാനായിട്ട് പറ്റും. അതാണ് സ്റ്റാറ്റിക്. ദെൻ തേർഡ് കമ്പോണന്റ് ആണ് വോയിഡ്. വേർഡ് സൂചിപ്പിക്കുന്നത് റിട്ടേൺ വാല്യൂസ് ഒന്നുമില്ല, മെയിൻ മെത്തേഡ് ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, അത് സൂചിപ്പിക്കാനാണ് വേർഡ് യൂസ് ചെയ്യുന്നത്. അടുത്ത കമ്പോണന്റ് മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെത്തേഡിന്റെ നെയിം ആണത്. നെയിം ഓഫ് ദ മെത്തേഡാണ് മെയിൻ എന്ന് കാണിക്കുന്നത്. അപ്പം JVM ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ സെർച്ച് ചെയ്യും മെയിൻ എന്നൊരു മെത്തേഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അടുത്തതാണ് സ്ട്രിംഗ് args, പിന്നെ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നു. അതെന്ന് പറഞ്ഞാൽ കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ് ആണ്. ജാവ മെയിൻ മെത്തേഡ് സിംഗിൾ ആർഗ്യുമെന്റ് മാത്രമേ ആക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ഇറ്റ്സ് ടൈപ്പ് ഈസ് സ്ട്രിംഗ് അറേ. അപ്പോൾ സ്ട്രിംഗ് args എന്ന് കൊടുത്തതിനകത്ത് നിങ്ങൾക്ക് args തന്നെ യൂസ് ചെയ്യണമെന്നില്ല, നമുക്ക് ഏത് വേരിയബിൾ വേണമെങ്കിലും കൊടുക്കാം. അവിടെ arg എന്നോ എക്സ് എന്നോ വൈ എന്ത് വേണമെങ്കിലും കൊടുക്കാം, അത് പ്രോബ്ലം ഇല്ല. വീണ്ടും കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുള്ളിലാണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ജാവയുടെ പ്രോഗ്രാം കോഡ് എഴുതി കൊടുക്കുന്നത്. അതിനകത്ത് ഇപ്പം ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് ln, അതിനുള്ളിൽ വെൽക്കം ടു ജാവ എന്ന് കൊടുത്തു. നിങ്ങൾക്ക് എന്താണോ ഡയറക്റ്റ് സ്ക്രീനിൽ പ്രിന്റ് ചെയ്ത് കാണേണ്ടത് അത് ഇതുമാതിരി ഡബിൾ കോട്ട്സിനുള്ളിൽ കൊടുക്കുക. ഡബിൾ കോട്ട്സ് അതുപോലെ ഓരോ സ്റ്റേറ്റ്മെന്റ് അവസാനിക്കുന്നത് സെമിക്കോളൻ കൊടുത്തിട്ടായിരിക്കും. അതുപോലെ ഇതുണ്ട് കേസ് സെൻസിറ്റീവ് എന്ന് പറഞ്ഞതൊക്കെയാണ്. അത് സിസ്റ്റത്തിന്റെ S ക്യാപിറ്റലാണ്, പക്ഷേ O സ്മോൾ ആണ്, P സ്മോൾ ആണ്, അതൊക്കെ ഓർക്കുക. ഇതൊക്കെ നമ്മൾ കേസ് സെൻസിറ്റീവ് ശ്രദ്ധിക്കാണ്ട് കൊടുത്തത്, അതൊക്കെ എറേഴ്സ് ആയിട്ടായിരിക്കും വരുന്നത്, അതൊന്നും മറക്കരുത്. അതിനുശേഷം
ഞാൻ കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. നിങ്ങൾ എത്രയൊക്കെ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുന്നു അതെല്ലാം ക്ലോസ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ അതൊക്കെ എറേഴ്സ് ആയിരിക്കും. അപ്പോൾ എൻ്റെ ഈ പ്രോഗ്രാം കഴിഞ്ഞു. ഞാൻ സേവ് ചെയ്യുന്നു, കൺട്രോൾ എസ്. അപ്പം ഈ പ്രോഗ്രാംസിനെല്ലാം നിങ്ങൾ ഒരു പർട്ടിക്കുലർ ഫോൾഡർ ഉണ്ടാക്കി അതിനുള്ളിൽ മാത്രം സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ജാവ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞ്, അതിനുള്ളിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ സേവ് ചെയ്യുന്നതിന് ഒരു കാര്യമുണ്ട്, നമ്മുടെ ക്ലാസ് നെയിം എന്താണോ അത് തന്നെ വേണം സേവ് ചെയ്യുന്ന ഫയൽ നെയിം കൊടുക്കാനായിട്ട്, മാറിപ്പോകരുത്. അതിൻ്റെ സെയിം ലെറ്റേഴ്സ് തന്നെ. എഫ് ഇവിടെ ക്യാപിറ്റലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, എൻ്റെ ക്ലാസ് നെയിം ആ സെയിം ഇതുപോലെ തന്നെ കൊടുക്കണം. എഫ് ക്യാപിറ്റൽ, RST, P is capital, then program, then extension കൊടുക്കണം. നമ്മൾ സേവ് ചെയ്യുന്നപ്പോഴും .java ഫോർമാറ്റിലായിരിക്കും. സോ ഫസ്റ്റ് പ്രോഗ്രാം .java, then സേവ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം സേവ് ആയി. ഇനി നമുക്ക് കമ്പൈൽ ചെയ്യണം. അതിനായിട്ട് സെർച്ച് ബാറിൽ പോവുക, CMD എന്ന് ടൈപ്പ് ചെയ്താൽ എന്നിട്ട് എൻ്റർ അടിക്കുക. നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആയി വരും. അവിടെ പോയിട്ട് നമ്മുടെ പ്രോഗ്രാം എവിടെയാണോ സേവ് ചെയ്തിരിക്കുന്നത് ആ ഫോൾഡർ അതിൻ്റെ പാത്ത് കോപ്പി ചെയ്യുക, കൺട്രോൾ-C. അതിനുശേഷം കമാൻഡ് പ്രോംപ്റ്റ് വരുന്നു. ഇവിടെ എപ്പോഴും ഒരു ഡിഫോൾട്ട് ഡയറക്ടറി കാണിക്കും, നമുക്ക് അതിലല്ല സേവ് ചെയ്തിരിക്കുന്നത്. സോ അത് ചേഞ്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ചേഞ്ച് ഡയറക്ടറി CD എന്ന് കൊടുക്കുക, സ്പേസ് ഇപ്പോൾ കോപ്പി ചെയ്ത പാത്ത് കൺട്രോൾ-V, ദെൻ എൻ്റർ. ഇപ്പം ഡയറക്ടറിയുടെ പാത്ത് ചേഞ്ച് ചെയ്തു. ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാം സേവ് ചെയ്തിരിക്കുന്ന ഫോൾഡറിലോട്ടാണിത് ഫോക്കസ് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ പോയി നമുക്ക് കമ്പൈൽ ചെയ്യാനുള്ള കമാൻഡ് കൊടുക്കാം. അത് javac സ്പേസ് പ്രോഗ്രാം നെയിം. സോ ഫസ്റ്റ് പ്രോഗ്രാം .java, എൻ്റർ അടിക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കമ്പൈൽ ടൈം എറേഴ്സ് ഉണ്ടെങ്കിൽ അത് ഇവിടെയായിട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. എന്നിട്ട് നിങ്ങൾക്ക് അത് സോൾവ് ചെയ്തിട്ട് വീണ്ടും വന്ന് കമ്പൈൽ ചെയ്യാം. ഇപ്പം നമുക്ക് നമ്മുടെ ഫോൾഡറിൽ പോയി കാണാനായിട്ട് പറ്റും. ആദ്യം അതൊരു ജാവ ക്ലാസ് മാത്രം ഉണ്ടായിരുന്നു, ഫസ്റ്റ് പ്രോഗ്രാം .java എന്ന് പറഞ്ഞ്. ഇപ്പോൾ അത് കമ്പൈൽ ചെയ്ത് കഴിഞ്ഞ ഉടൻ തന്നെ ഡോട്ട് ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഈ നെക്സ്റ്റ് സ്റ്റേജ് നമുക്കിത് എക്സിക്യൂട്ട് ചെയ്യണം. അതിനായി ജാവ സ്പേസ് ഫസ്റ്റ് പ്രോഗ്രാം എന്ന് കൊടുക്കും. ഇതാണ് അതിൻ്റെ കമാൻഡ്, ജാവ സ്പേസ് പ്രോഗ്രാം നെയിം, ദെൻ പ്രസ് എൻ്റർ കീ. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് ഡിസ്പ്ലേ വന്നു, വെൽക്കം ടു ജാവ. ഇങ്ങനെയാണ് ഒരു ജാവ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്നതും കമ്പൈൽ ചെയ്യുന്നതും റൺ ചെയ്യുന്നതും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കോഡിൽ പോയി ചേഞ്ച് ചെയ്യാം, അതിന് സേവ് ചെയ്യുക. അതിനുശേഷം വീണ്ടും കമ്പൈൽ ചെയ്യണം. കമ്പൈൽ ചെയ്യാണ്ട് ഒരിക്കലും റൺ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലേറ്റസ്റ്റ് ചെയ്തിട്ടുള്ള മോഡിഫിക്കേഷൻസ് നിങ്ങളുടെ ഔട്ട്പുട്ടിൽ റിഫ്ലക്റ്റ് ആകണമെന്നില്ല. സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു സീ വേരിയബിൾസ്. സോ വേരിയബിൾസ് എന്ന് പറയുന്നത് നമ്മുടെ ജാവ പ്രോഗ്രാമിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബേസിക് യൂണിറ്റ്, അതിനെയാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. വേരിയബിൾസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിലൊരു ഐഡൻറ്റിഫയർ കാണും, ഒരു ടൈപ്പ് കാണും, പിന്നെ ഒരു ഓപ്ഷണലായിട്ടൊരു ഇനിഷ്യലൈസർ കാണും. ഇനിഷ്യലൈസർ മീൻസ് ആ വേരിയബിളിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് വാല്യൂ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അത് ഓപ്ഷണലാണ്, അത് വേണമെങ്കിൽ കൊടുത്താൽ മതി. മെമ്മറി ലൊക്കേഷനിൽ ഒരു പർട്ടിക്കുലർ ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന നെയിമാണ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വേരിയബിൾസിൻ്റെ വാല്യൂ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ആപ്ലിക്കേഷനകത്ത് ചേഞ്ച് ചെയ്യാം. അതിന് ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നും അവിടെ ഇല്ല. കോൺസ്റ്റൻറ്റ് പോലെയല്ല. കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു പർട്ടിക്കുലർ വാല്യൂ അതൊരിക്കലും ചേഞ്ച് ആവുന്നില്ല. പക്ഷേ വേരിയബിൾസിൽ വാല്യൂ എനി ടൈം നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് സിൻടാക്സ് ആണ്. സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് സ്പേസ് ഐഡൻറ്റിഫയർ ഈക്വൽസ് വാല്യൂ ദെൻ സെമിക്കോളൻ. ഇപ്പം നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഐഡൻറ്റിഫയർ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് ഒരേ ടൈപ്പിലുള്ളതാണെങ്കിൽ നമുക്ക് ഒരു ലൈനിൽ തന്നെ ഡിക്ലെയർ ചെയ്യാനായിട്ട് പറ്റും. ആ കേസിൽ സിൻടാക്സ് ടൈപ്പ് സ്പേസ് ഐഡൻറ്റിഫയർ ഈക്വൽസ് വാല്യൂ കോമ ഐഡൻറ്റിഫയർ ഈക്വൽസ് വാല്യൂ, അങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് സെമിക്കോളൻ കൊടുക്കണം. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇൻറ്റ് a ഈക്വൽ ടു 10 കോമ b ഈക്വൽസ് 5. ദെൻ അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇൻറ്റ് എന്ന് പറഞ്ഞ ടൈപ്പാണ്. അപ്പോൾ നമ്മളിനി അടുത്ത് കാണുന്നുണ്ട് എന്തൊക്കെയാണ് ഡാറ്റ ടൈപ്സ് ജാവയിലുള്ളതെന്ന്. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഇൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻറ്റ് എന്ന് പറയുന്നത് ഡാറ്റ ടൈപ്പാണ്. അതിൽ എയും ബി ആണ് വേരിയബിൾസ്. അതിൽ എയുടെ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത് 10 എന്നും ബിയുടെ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത് 5 എന്നുമാണ്. ഇതാണ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ഡാറ്റ ടൈപ്സ്. ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്യുന്നത് ഒരു വേരിയബിളിൽ ഏത് ടൈപ്പ് ഡാറ്റയാണ് സ്റ്റോർ ചെയ്യേണ്ടത് എന്ന് ഡിഫൈൻ ചെയ്യാനായിട്ടാണ്. അപ്പം ഡാറ്റ ടൈപ്സ് നമുക്ക് മെയിനായിട്ട് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് ഈസ് പ്രിമിറ്റീവ് ആൻഡ് സെക്കൻഡ് ഈസ് നോൺ പ്രിമിറ്റീവ്.
പിന്നെ ഈ പ്രിമിറ്റീവിനുള്ളിൽ തന്നെ വീണ്ടും രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ്. ഫസ്റ്റ് ഇസ് ന്യൂമറിക്, സെക്കൻഡ് ഇസ് നോൺ ന്യൂമറിക്. ന്യൂമറിക്കിനകത്ത് ഇൻറ്റിജറും ഫ്ലോട്ടിംഗ് പോയിന്റും ആണ് വരുന്നത്. ഇൻറ്റിജർ ആണെങ്കിൽ വീണ്ടും ബൈറ്റ്, ഷോർട്ട്, ഇൻറ്റ്, ലോങ് എന്നീ 4 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫ്ലോട്ടിംഗ് പോയിന്റ് ആണെങ്കിൽ ഡബിൾ, ഫ്ലോട്ട്. പിന്നെ പ്രിമിറ്റീവിന്റെ സെക്കൻഡ് കാറ്റഗറി ആയ നോൺ ന്യൂമറിക്കിൽ വീണ്ടും രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ബൂളിയനും ക്യാരക്ടറും. പിന്നെ പ്രിമിറ്റീവ് പോലെ തന്നെ മറ്റൊരു ഡാറ്റ ടൈപ്പ് ആണ് നോൺ പ്രിമിറ്റീവ്. നോൺ പ്രിമിറ്റീവിനകത്ത് സ്ട്രിംഗ്, അറേ, യൂസ് ഡിഫറെന്റ് ക്ലാസ് എന്നീ ക്ലാസിഫിക്കേഷൻസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓരോന്നും എന്താണെന്ന് കാണും. പിന്നെ നോൺ പ്രിമിറ്റീവ് നമ്മളിപ്പോൾ നോക്കുന്നില്ല, നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നമ്മൾ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് എന്തൊക്കെയാണെന്നും അതിന്റെ എക്സാമ്പിൾസ് എന്താണെന്നാണ് കാണാൻ വേണ്ടി പോകുന്നത്. So the first type is integers. Integers യൂസ് ചെയ്യുന്നത് ഫ്രാക്ഷണൽ പാർട്സ് ഒന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ഡെസിമൽ പോർഷൻ ഇല്ലാത്ത നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാനായിട്ടാണ് integers യൂസ് ചെയ്യുന്നത്. integers 4 ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ലോങ്, ഇൻറ്റ്, ഷോർട്ട്, ബൈറ്റ്. അപ്പോൾ ഈ ടേബിളിനകത്ത് 3 കോളം കൊടുത്തിട്ടുണ്ട്, നെയിം, വിഡ്ത്ത്, അതിൻ്റെ റേഞ്ച്. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ലോങ്. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 64 ബിറ്റ്സ് ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. തേർഡ് കോളത്തിൽ റേഞ്ച് ആണ്, അതായത് ഏത് വാല്യൂ തൊട്ട് ഏത് വാല്യൂ വരെയാണ് അതിൽ സ്റ്റോർ ചെയ്യുന്നതാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ സെക്കൻഡ് ടൈപ്പ് ഈസ് ഇൻറ്റ്. ഇൻറ്റിൻ്റെ സൈസ് 32 ആണ്. ദെൻ ഷോർട്ടിൻ്റെ സൈസ് 16. ലാസ്റ്റ് വൺ ഇസ് ബൈറ്റ്, സൈസ് ഈസ് 8. സോ എൻ്റെ എക്സാമ്പിൾ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇൻറ്റ് എ ഈക്വൽ ടു 10 അതിന് ഡിക്ലെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇൻറ്റ് എ ഈക്വൽ ടു 10 മീൻസ് നമുക്ക് അതിൽ മനസ്സിലാകും എ എന്നാണ് വേരിയബിൾ നെയിം, അതിന് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത് 10 ആണ്, അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റീജർ ആണ്. അപ്പോൾ മെമ്മറിയിൽ എ എന്നൊരു വേരിയബിൾ സ്റ്റോറിങ് ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതും അതിൻ്റെ ടൈപ്പ് ഇൻറ്റീജർ ആയിരിക്കും. മറ്റൊരു എക്സാമ്പിളാണ് ലോങ് ബി. അപ്പോൾ അവിടെ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു ഡിക്ലറേഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മറ്റൊന്ന് ഷോർട്ട് സെഡ്, ബൈറ്റ് എക്സ്, അങ്ങനെ ആണ് ഡിക്ലറേഷൻ സിൻടാക്സ്. സെക്കൻഡ് ടൈപ്പ് ഈസ് ഫ്ലോട്ടിംഗ് പോയിന്റ്. ഫ്ലോട്ടിംഗ് പോയിന്റ് യൂസ് ചെയ്യുന്നത് ഫ്രാക്ഷണൽ പാർട്സ് ഉള്ള, അതായത് പോയിന്റ് ഉപയോഗിച്ച് നമ്മൾ റെപ്രസെന്റ് നമ്പേഴ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ എക്സാമ്പിൾ 10.5, 2.001 അങ്ങനെയുള്ള ഫ്രാക്ഷണൽ പാർട്സ് വരുന്ന നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാനാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് എന്ന ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. അതിൽ രണ്ട് കാറ്റഗറിയാണ് ഉള്ളത്, ഡബിൾ ആൻഡ് ഫ്ലോട്ട്. ഡബിളിന്റെ സൈസ് 64 ബിറ്റ്സും ഫ്ലോട്ടിന്റെ സൈസ് 32 ബിറ്റ്സും ആണ്. തേർഡ് കോളത്തിൽ അതിന്റെ സ്റ്റാർട്ടിംഗ് വാല്യൂ എൻഡ് വാല്യൂ കൊടുത്തിട്ടുണ്ട്. ആ ഒരു റേഞ്ചിനുള്ളിലാണ് ആ ഡാറ്റ ടൈപ്പ് വാല്യൂസിനെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പം ഡബിൾ എന്ന ഡാറ്റ ടൈപ്പ് കുറച്ചുകൂടി പ്രിസൈസ് ആണ് ഫ്ലോട്ടിംഗ് പോയിന്റിനെക്കാട്ടിൽ. ഡബിളിന് കുറച്ചുകൂടെ കൂടുതൽ വലിയ വാല്യൂസിനെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും ഫ്ലോട്ടിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഫ്ലോട്ട് temp equal to 12.4. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാകും temp എന്ന വേരിയബിൾ അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഫ്ലോട്ട് ആണ്, അതിൻ്റെ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്ന വാല്യൂ 12.4 ആണ്. മറ്റൊരു എക്സാമ്പിൾ ആണ് ഡബിൾ ഏരിയ. അപ്പോൾ ഏരിയ എന്നുള്ള വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് ഡബിൾ ആണ്, അവിടെ നമ്മൾ ഒന്നും ഇനിഷ്യലൈസ് ചെയ്തിട്ടില്ല. Then the next type is characters. Charactersന്റെ സൈസ് 16 ബിറ്റ് ആണ്. അത് റേഞ്ച് 0 to 65,536 ആണ് അതിൻ്റെ റേഞ്ച്. അപ്പോൾ ഈ ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് അസ്കി കോഡ് യൂസ് ചെയ്തിട്ടാണ്. അസ്കി കോഡാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അസ്കി മീൻസ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എന്നാണ്. ഈ അസ്കി കോഡിൽ ഇംഗ്ലീഷിലെ 128 ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാണ് നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട്. അത് സ്റ്റാർട്ട് ചെയ്യുന്ന 0, എൻഡ് ചെയ്യുന്നത് 127. അപ്പോൾ 0 to 127 റേഞ്ചിലാണ് ഈ നമ്പേഴ്സ് ഉള്ളത്. അപ്പോൾ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ക്യാർ എ ഈക്വൽസ്, ദെൻ ഇൻവെർട്ടഡ് കോമയ്ക്കകത്ത് ക്യാപിറ്റൽ ലെറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ എ എന്നുള്ള, അതായത് സ്മോൾ ലെറ്റർ എ, അതിനെ ഒന്ന് പ്രിന്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഔട്ട്പുട്ട് ഈ ക്യാപിറ്റൽ ലെറ്റർ എ തന്നെയായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. പക്ഷേ സെക്കൻഡ് എക്സാമ്പിളിൽ ക്യാർ ബി ഈക്വൽസ് 88 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 88 ക്യാപിറ്റൽ ലെറ്റർ എക്സിൻ്റെ അസ്കി കോഡാണ്. അപ്പോൾ ഞാൻ ഈ ബിയെ പ്രിന്റ് ചെയ്തിട്ട് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത് എക്സ് എന്നായിരിക്കും. അതാണ് എൻ്റെ ഡിഫറൻസ്. ഇപ്പം നമുക്ക് ഡയറക്റ്റ് ഒരു ക്യാരക്ടറിനെ തന്നെ പ്രിന്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അതിന് യൂസ് ചെയ്യണമെങ്കിൽ അതിനെ ഇൻവേർട്ടഡ് കൊമയ്ക്കുള്ളിൽ കൊടുക്കണം, ഫസ്റ്റ് എക്സാമ്പിളിൽ കൊടുത്തിരിക്കുന്നത് പോലെ. പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ, അത് അസ്കി കോഡിൽ നിന്ന് അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ കിട്ടാനായിട്ടാണെങ്കിൽ നമ്മൾ അതിനെ ഇൻവേർട്ടഡ് കൊമയ്ക്കകത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് സെക്കൻഡ് എക്സാമ്പിൾ. മറ്റൊരു പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പാണ് ബൂളിയൻ. ബൂളിയൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ ആകെ 2 ടൈപ്പ് വാല്യൂ മാത്രമേ സ്റ്റോർ ചെയ്യത്തുള്ളൂ, ഒന്നെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. അതാണ് ലോജിക്കൽ വാല്യൂസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ബൂളിയൻ്റെ ഡിഫോൾട്ട് വാല്യൂ എപ്പോഴും ഫോൾസ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ നോക്കാം, ബൂളിയൻ എ ഈക്വൽസ് ട്രൂ. അപ്പം ആ സെൻറ്റൻസ് നിങ്ങൾക്ക്, ആ ഡിക്ലറേഷനിൽ നിങ്ങൾക്ക് മനസ്സിലാകും എ എന്നൊരു വേരിയബിൾ, അതിൻ്റെ ടൈപ്പ് ബൂളിയൻ ആണ്, അതിൻ്റെ ഇനിഷ്യലൈസിങ് വാല്യൂ ട്രൂ ആണ്.
മറ്റൊരു എക്സാമ്പിൾ ബൂളിയൻ ബി ഈക്വൽ ഫോൾസ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനകത്ത് എപ്പോൾ വേണമെങ്കിലും ഈ വാല്യൂസിൻ്റെ ഈ വേരിയബിൾസിൻ്റെ വാല്യൂസ് മാറ്റി കൊടുക്കാം. ഇപ്പോൾ എയുടെ വാല്യൂ ഫോൾസ് ആക്കി മാറ്റി കൊടുക്കാം, ബിയുടെ വാല്യൂ ട്രൂ ആക്കി മാറ്റി കൊടുക്കാം. അതെല്ലാം പോസിബിൾ ആണ്. The next topic is type conversion and casting. ഒരു വാല്യൂവിൻ്റെ ഇപ്പോഴുള്ള ഡാറ്റ ടൈപ്പിനെ മറ്റൊരു ഡാറ്റ ടൈപ്പിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. There are two types of type conversions. First is implicit type conversion and second one is explicit type conversion. ആദ്യം implicit type conversion എന്താണെന്ന് നോക്കാം. അതിൻ്റെ മറ്റു ചില പേരുകളാണ് ഓട്ടോമാറ്റിക് ടൈപ്പ് കൺവേർഷൻ ഓർ വൈഡനിങ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയും. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ചെറിയ ബോട്ടിലുള്ള വെള്ളത്തെ മറ്റൊരു വലിയ ഒരു ബോട്ടിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ചേഞ്ചസിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം വലിയ ബോട്ടിൽ ചെറിയ ബോട്ടിലിനെക്കാട്ടി കൂടുതൽ ക്വാണ്ടിറ്റി വെള്ളത്തെ ഉൾക്കൊള്ളാനായിട്ട് കഴിയും. അപ്പോൾ അത് ആ സെയിം ഒരു പ്രോസസ്സാണ് നമ്മുടെ ഈ ഓട്ടോമാറ്റിക് ടൈപ്പ് കൺവേർഷനിലുള്ളത്. അതായത് ലോവർ ഡാറ്റ ടൈപ്പിനെ ഹയർ ഡാറ്റ ടൈപ്പിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതായത് ബൈറ്റിനെ ഷോർട്ടിലോട്ട് മാറ്റാം, ഷോർട്ടിനെ ഇൻഡിലോട്ട്, ഇൻഡിനെ ലോങ്, പിന്നെ ഫ്ലോട്ട്, ഡബിൾ, അങ്ങനെ ചെറുതിൽ നിന്ന് വലുതിലോട്ടുള്ള ഒരു കൺവേർഷൻ. അപ്പോൾ അവിടെ അത് ഓട്ടോമാറ്റിക്കലി നടക്കും. അവിടെ നമ്മൾ പ്രത്യേകിച്ച് കോഡ് എഴുതി കൊടുക്കേണ്ടതൊന്നും ഒരാവശ്യം വരുന്നില്ല. അതാണ് വൈഡനിങ് ടൈപ്പ് കൺവേർഷൻ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ടൈപ്പ് ആണ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ മുൻപ് കണ്ട ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ്റെ ഓപ്പോസിറ്റ്. അതായത് ഹയർ ഡാറ്റ ടൈപ്പിനെ അല്ലെങ്കിൽ ലാർജ് ഡാറ്റ ടൈപ്പിനെ നമ്മൾ ഒരു സ്മോൾ ഡാറ്റ ടൈപ്പിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. അത് നമുക്ക് സെയിം എക്സാമ്പിൾ തന്നെ യൂസ് ചെയ്ത് പറയാം. അതായത് വലിയ ബോട്ടിലുള്ള വെള്ളത്തെ ചെറിയൊരു ബോട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. പക്ഷേ ഇവിടെ നമ്മൾ നേരത്തെ കണ്ട പോലെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ ഒക്കത്തില്ല. കാരണം ചെറിയ ബോട്ടിൽ എന്ന് പറയുമ്പോൾ അത് വലിയതിനെക്കാട്ടിൽ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ബാക്കി വെള്ളത്തിൽ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് നമ്മൾ ചേഞ്ചസ് എന്തെങ്കിലും ചെയ്യണം. ഒന്നെങ്കിൽ മറ്റൊരു ബോട്ടിലോട്ട് ബാക്കിയുള്ളതിനെ മാറ്റേണ്ടി വരും. അങ്ങനെ മറ്റു ചില ചേഞ്ചസ് വേണ്ടി വരും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ നടക്കുന്നത്. ഇവിടെ നമ്മൾ അതിന് വേണ്ടിയിട്ട് കാസ്റ്റ് ഓപ്പറേറ്റർ, അതായത് രണ്ട് ഓപ്പൺ ബ്രാക്കറ്റ്സ്, അത് യൂസ് ചെയ്തിട്ടാണ് ഈ കൺവേർഷൻ നടക്കുന്നത്. ഓട്ടോമാറ്റിക്കലി നടക്കത്തില്ല. അതാണ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഓപ്പറേറ്റേഴ്സ്. ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പിൾസിനെയാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും തന്നെ ഓപ്പറേറ്റേഴ്സിനെ അറിയാം. അതായത് ലൈക്ക് പ്ലസ്, മൈനസ്, ഇൻറ്റു, ഇങ്ങനെയൊക്കെയുള്ള ഓപ്പറേഷൻസ് നമ്മൾ ചെയ്യാറുള്ളതാണ് നമ്മുടെ നോർമൽ കാൽക്കുലേഷൻസിനകത്തൊക്കെ. അതുപോലെ മറ്റൊരു ടേമാണ് ഓപ്പറാൻഡ്സ്. ഓപ്പറാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയാം, 5 + 10. അതിൽ പ്ലസ് എന്ന് പറയുന്നത് ഓപ്പറേറ്ററും 5ഉം 10ഉം എന്ന് പറയുന്ന ഓപ്പറാൻഡ്സും. അതായത് ഓപ്പറേറ്ററിനോട് യൂസ് ചെയ്യുന്ന വാല്യൂസിനാണ് ഓപ്പറാൻഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ടേംസ് ഓർത്തിരിക്കണം. അപ്പം നമുക്ക് ജാവയിൽ പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ടൈപ്പാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. അതായത് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനായിട്ട്, അതായത് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. അതിനകത്ത് പല ഓപ്പറേറ്റേഴ്സ് വരുന്നുണ്ട്. പ്ലസ്, അതിന് അഡീഷൻ വേണ്ടി യൂസ് ചെയ്യുന്നു. അതായത് ഓപ്പറാൻഡ്സ് അല്ലെങ്കിൽ വാല്യൂസിനെ ആഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. എക്സാമ്പിൾ 5 + 10. അനദർ വൺ ഇസ് മൈനസ്. അത് സബ്ട്രാക്ഷൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഓപ്പറാൻഡ്സിൻ്റെ വാല്യൂസിനെ സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. 10 - 5 = 5. അനദർ വൺ ഇസ് ഇൻറ്റു അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ എന്ന് പറയും. ഓപ്പറാൻഡ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്. മറ്റത് ഡിവിഷനാണ്. അത് ലെഫ്റ്റ് ഹാൻഡ് ഓപ്പറാൻഡിനെ റൈറ്റ് ഹാൻഡ് ഓപ്പറാൻഡ് വെച്ച് ഡിവൈഡ് ചെയ്യുകയാണ്. എക്സാമ്പിൾ 10 / 5. അതിൻ്റെ ആൻസർ 2. അതാണ് ഡിവിഷൻ. അപ്പോൾ ഈ ഡിവിഷനും അടുത്ത് വരുന്ന മോഡുലസ് തമ്മിലൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. മോഡുലസിനകത്ത് നമ്മൾ റിമൈൻഡർ ആണ് എടുക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10 മോഡുലസ് 5 എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിമൈൻഡർ 0 ആണ്. അപ്പം ഈ ഡിവിഷനും മോഡുലസ് തമ്മിൽ ഒരിക്കലും മാറിപ്പോകരുത്. അപ്പോൾ ഇത്രയാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിനകത്ത് വരുന്നത്. സെക്കൻഡ് ടൈപ്പാണ് യൂണറി ഓപ്പറേറ്റേഴ്സ്. യൂണറി ഓപ്പറേറ്ററിനകത്ത് ഒരു ഓപ്പറാൻഡ് മാത്രമേ വരത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു വാല്യൂ മാത്രം. പക്ഷെ നമ്മൾ മുൻപ് നേരം കണ്ട അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിനകത്ത് നമുക്ക് രണ്ടോ അതിൽ കൂടുതലോ ഓപ്പറാൻഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഒരൊറ്റ ഓപ്പറാൻഡ് മാത്രമാണ് വരുന്നത്. ഇതിൽ 3 ടൈപ്പ് ഓപ്പറേറ്റേഴ്സ് ആണുള്ളത്: പ്ലസ് പ്ലസ്, മൈനസ് മൈനസ് ആൻഡ് ലോജിക്കൽ നോട്ട്. അപ്പോൾ ഈ പ്ലസ് പ്ലസിനും മൈനസ് മൈനസിനും നമ്മൾ ഇൻക്രിമെന്റ് ഓപ്പറേറ്റേഴ്സിനും ഡിക്രിമെന്റ് ഓപ്പറേറ്റേഴ്സ് എന്നും പറയും. അതിൽ തന്നെ പിന്നെ ഡിവിഷൻസ് ഉണ്ട്. അതായത് ഇൻക്രിമെന്റ് ഓപ്പറേറ്ററിനെ തന്നെ നമുക്ക് പോസ്റ്റ് ഇൻക്രിമെന്റ് എന്നും പ്രീ ഇൻക്രിമെന്റ് എന്നും പറയാം. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്തെന്ന് പറയാം. ഇപ്പോൾ എക്സാമ്പിൾ 10++, അത് പോസ്റ്റ് ഇൻക്രിമെന്റ് ആണ്. അതെന്ന് പറഞ്ഞാൽ അവിടെ ആദ്യം അതിൻ്റെ വാല്യൂ ഫസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യും. അതിനുശേഷം ആ റിസൾട്ടിൻ്റെ കൂടെയാണ്
അത് ഇൻക്രിമെന്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ 10++ എന്ന് പറഞ്ഞാൽ അതിന്റെ റിസൾട്ട് 10 തന്നെയായിരിക്കും. കാരണം അതിന്റെ വാല്യൂ ആയ 10 ആയിരിക്കും ആദ്യം എടുക്കുന്നത്, അതിന് ശേഷമാണ് ഇൻക്രിമെന്റ് ചെയ്യുക. പിന്നീട് നമ്മൾ പ്രിന്റ് ചെയ്യാൻ നേരത്താണെങ്കിൽ മാത്രമേ അതിന് ഇൻക്രിമെന്റ് ആയ വാല്യൂ 11ലോട്ട് പോകത്തുള്ളൂ. ഇപ്പോൾ കറണ്ട് സ്റ്റേറ്റിൽ അത് 10 എന്ന് മാത്രമേ പ്രിന്റ് ചെയ്യുകയുള്ളൂ. അതേസമയം പ്രീ ഇൻക്രിമെന്റ് ആയ ++10 അതിന്റെ ആൻസർ 11 ആയിരിക്കും. അവിടെ വാല്യൂ ഫസ്റ്റ് ഇൻക്രിമെന്റ് ചെയ്യും, അതിനുശേഷമാണ് റിസൾട്ട് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ. ദെൻ സെക്കൻഡ് ടൈപ്പാണ് മൈനസ് അല്ലെങ്കിൽ ഡിക്രിമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയും. അതും ഈ സെയിം പോലെ തന്നെയാണ്. പോസ്റ്റ് ഡിക്രിമെന്റും ഉണ്ട്, പ്രീ ഡിക്രിമെന്റും ഉണ്ട്. അതിൽ പോസ്റ്റ് ഡിക്രിമെന്റ് ആണ് 10 - അവിടെ വാല്യൂ ഫസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യും, അത് 10 ആയിരിക്കും. അതിനുശേഷം മാത്രമേ അത് ഡിക്രിമെന്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് പ്രിന്റ് ചെയ്യുന്ന വാല്യൂ 10 തന്നെയായിരിക്കും. അതേസമയം പ്രീ ഡിക്രിമെന്റിനകത്ത് -10 അതിന്റെ വാല്യൂ ഫസ്റ്റ് ഡിക്രിമെന്റ് ചെയ്യും, എന്നിട്ട് ശേഷമാണ് അതിന്റെ വാല്യൂവിനെ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ആൻസർ 9 ആയിരിക്കും. ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ പോസ്റ്റ് ഡിക്രിമെന്റ് ആൻഡ് പ്രീ ഡിക്രിമെന്റ്, അല്ലെങ്കിൽ പോസ്റ്റ് ഇൻക്രിമെന്റ് ആൻഡ് പ്രീ ഇൻക്രിമെന്റ് എന്ന് പറയുന്നത്. ഇതൊരിക്കലും വാല്യൂ മാറിപ്പോയത്. പലപ്പോഴും നമുക്ക് കാണുന്ന ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിനകത്തൊക്കെ വരുന്നൊരു ഔട്ട്പുട്ട് പ്രൊഡക്ഷനകത്ത് വരുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഈ ++10 അല്ലെങ്കിൽ 10++, അതായത് പ്രീ ഇൻക്രിമെന്റും പോസ്റ്റ് ഇൻക്രിമെന്റും ഒക്കെ തമ്മിലുള്ള ആ ഒരു കാൽക്കുലേഷൻസ്. ഓക്കെ. പിന്നെ തേർഡ് ടൈപ്പ് യൂണറി ഓപ്പറേറ്റർ ആണ് ലോജിക്കൽ നോട്ട്. അതെന്ന് പറഞ്ഞാൽ ബൂളിയൻ വാല്യൂസ് മീൻസ് ട്രൂ ആൻഡ് ഫോൾസ്. അതിനെ ഇൻവേർട്ട് ചെയ്യുകയാണ്. ഇപ്പം ലോജിക്കൽ നോട്ട് ഓഫ് ട്രൂ എന്ന് പറഞ്ഞാൽ ആൻസർ ഫോൾസ് ആയിരിക്കും. ലോജിക്കൽ നോട്ട് ഓഫ് ഫോൾസ് എന്ന് പറഞ്ഞാൽ ട്രൂ ആയിരിക്കും. തേർഡ് ടൈപ്പാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. അസൈൻമെന്റ് ഓപ്പറേറ്ററിനകത്ത് വരുന്നത് ഈക്വൽസ് ഒരു വാല്യൂന് ഒരു വേരിയബിളിലോട്ട് അസൈൻ ചെയ്യുക, അതാണ് ഈക്വൽസ് വരുന്നത്. പിന്നീട് ഈ നോർമൽ ആയിട്ടുള്ള ഈ സിമ്പിൾ ആയിട്ടുള്ള ഈ അസൈൻമെന്റ് ഓപ്പറേറ്ററിനെ മറ്റു ചില ഓപ്പറേറ്റേഴ്സ് ആയ, അതായത് പ്ലസ് മൈനസ് അങ്ങനെയുള്ള മറ്റു ഓപ്പറേറ്റേഴ്സിനോട് കമ്പൈൻ ചെയ്ത് കുറച്ചുകൂടി കൂടുതൽ ഓപ്പറേറ്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ അസൈൻമെന്റ് ഓപ്പറേറ്ററിനകത്ത് തന്നെ വരുന്നതാണ്. അപ്പോൾ ആദ്യം നോക്കാം നോർമൽ ഈക്വൽ സൈൻ. അതെന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ വരുന്ന വാല്യൂവിന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള വേരിയബിളിലോട്ട് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ഈക്വൽസ്. ഇപ്പോൾ a = 5 എന്ന് പറഞ്ഞാൽ a എന്നുള്ള വേരിയബിളിലോട്ട് 5 എന്ന വാല്യൂവിനെ കൊടുക്കുകയാണ്. സെക്കൻഡ് നോക്കാം, പ്ലസ് ഈക്വൽസ്. അവിടെ ലെഫ്റ്റ് ഹാൻഡ് ഓപ്പറാൻഡിനെ ആഡ് ചെയ്യുകയാണ് റൈറ്റ് ഹാൻഡ് ഓപ്പറാൻഡ് ആയിട്ട്, എന്നിട്ട് ശേഷം അതിനെ വേരിയബിളിലോട്ട് അസൈൻ ചെയ്യുന്നു. അത് എക്സാമ്പിൾ വെച്ച് പറയാം. a + 5 എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് a എന്ന വേരിയബിളിന്റെ വാല്യൂവിനോട് 5 ആഡ് ചെയ്യുന്നു, എന്നിട്ട് ആ കിട്ടുന്ന റിസൾട്ടിനെ എയിലോട്ട് കൊടുക്കുന്നു. അതായത് a = 5 എന്നതിന് നമുക്ക് a = a + 5 എന്ന് എഴുതാം. അതിനെ ഷോർട്ട് ഹാൻഡ് ആയിട്ട് എഴുതിയേക്കുന്നതാണ് a + 5 എന്നുള്ളത്. അതുപോലെ സെയിം തന്നെയാണ് താഴോട്ട് വരുന്ന ഓപ്പറേഷൻസിലും. അതായത് മൈനസ് ഈക്വൽസ് എന്ന് പറഞ്ഞാൽ a - = 5 സെയിം ആണ് a = a - 5. സെയിം ഓപ്പറേഷൻസ് ആണ് താഴെ. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും മോഡുലസ് എല്ലാം ഈ സെയിം രീതി തന്നെയാണ് വരുന്നത്. അടുത്ത ഫോർത്ത് ടൈപ്പാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. അതിന്റെ പേര് പോലെ തന്നെ ഈ ഓപ്പറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് റിലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ടോ അതിൽ കൂടുതലുള്ള വാല്യൂസിനെ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ടൈപ്പാണ് ഈക്വൽസ്. അവിടെ നമ്മൾ രണ്ട് വാല്യൂസിനെ തമ്മിൽ അത് ഈക്വൽ ആണോ ഇല്ലയോ ചെക്ക് ചെയ്യുകയാണ്. അത് ഈക്വൽ ആണെങ്കിൽ ട്രൂ എന്ന വാല്യൂ റിട്ടേൺ ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ഫാൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ റിലേഷൻ ഓപ്പറേറ്റേഴ്സ് എപ്പോഴും ബൂളിയൻ വാല്യൂ റിട്ടേൺ ചെയ്യുള്ളൂ, ഇത് ട്രൂ ഓർ ഫോൾസ്. അപ്പോൾ ഈക്വൽസ് ചെക്ക് ചെയ്യുന്ന രണ്ട് വാല്യൂസ് ഈക്വൽ ആണോ ഇല്ലയോ എന്ന്. അപ്പോൾ എൻ്റെ എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത് തേർഡ് കോളത്തിൽ. എയുടെ വാല്യൂ 10, ബിയുടെ വാല്യൂ 5, സിയുടെ വാല്യൂ 10. അവിടെ നമ്മൾ ചെക്ക് ചെയ്യാണ് എയും ബിയും ഈക്വൽ ആണോ അല്ലയോ എന്നുള്ളത്. അതായത് 10 = 5 ആണോ ചെക്ക് ചെയ്യാണ്. a = 5. അതിൻ്റെ വാല്യൂ ഡെഫിനറ്റ്ലി എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. കാരണം 10 = 5 അല്ല. അപ്പോൾ അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഫാൾസ് ആണ്. ദെൻ സെക്കൻഡ് ഓപ്പറേറ്റർ ആണ് നോട്ട് ഈക്വൽസ്. അത് ഈക്വൽസിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. അവിടെ അത് രണ്ട് വാല്യൂസ് ഈക്വൽ അല്ലാന്നുണ്ടെങ്കിൽ ട്രൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ചെക്ക് ചെയ്യാണ് a ≠ b. അപ്പോൾ അത് കറക്റ്റ് ആണ്. അതായത് 10 = 5 അല്ല. സോ അതിന്റെ വാല്യൂ ട്രൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. തേർഡ് ആണ് ലെസ് ദാൻ എന്ന് പറയുന്നത്. അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഓപ്പറാൻഡ് റൈറ്റ് ഹാൻഡ് സൈഡിലെ ഓപ്പറാൻഡിനെക്കാട്ടിൽ ചെറുതാണോ ഇല്ലയോ ചെക്ക് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യുന്നു a < b, അതായത് 10 < 5 ആണോ എന്ന്. അപ്പോൾ അത് അല്ല, കാരണം 10 ആണ് ഗ്രേറ്റർ. സോ അത് റിട്ടേൺ ചെയ്യുന്നത് ഫാൾസ് ആയിരിക്കും. അടുത്തതാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അതെന്ന് പറഞ്ഞാൽ അവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ വാല്യൂ റൈറ്റ് ഹാൻഡ് സൈഡിലെ വാല്യൂകൾ ഒന്നെങ്കിൽ ചെറുതായിരിക്കണം, അല്ലെങ്കിൽ അത് ഈക്വൽ ആയിരിക്കണം. അപ്പം നമുക്ക് നോക്കാം
എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് എയുടെ വാല്യൂ 10, സിയുടെ വാല്യൂ 10 ആണ്. അപ്പോൾ ഫസ്റ്റ് ചെക്ക് ചെയ്യും എ ലെസ് ദാൻ സി ആണോ, അതായത് 10 ലെസ് ദാൻ സി ആണോ, അല്ല. പക്ഷേ എ ലെസ് ദാൻ ഓർ ഈക്വൽസ് എന്നും കൂടി ഉണ്ട്. അപ്പം 10 ഈക്വൽസ് 10 ആണ്. സോ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. അടുത്ത ഓപ്പറേറ്റർ ആണ് ഗ്രേറ്റർ ദാൻ. അവിടെ ചെക്ക് ചെയ്യുന്നു ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ വാല്യൂ റൈറ്റ് ഹാൻഡ് സൈഡിലെ വാല്യൂവിനെക്കാട്ടിൽ വലുതാണോ എന്ന്. അപ്പം എ ഗ്രേറ്റർ ദാൻ ബി, അതായത് 10 ഗ്രേറ്റർ ദാൻ 5 ആണോ എന്ന്. കറക്റ്റ് ആണ്. സോ ഇറ്റ് റിട്ടേൺസ് ട്രൂ. The last one is greater than or equals. അവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ വാല്യൂ റൈറ്റ് ഹാൻഡ് സൈഡിലെ വാല്യൂവിനെക്കാട്ടിൽ ഒന്നെങ്കിൽ ഗ്രേറ്റർ ആയിരിക്കണം അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം. അപ്പം എയുടെ വാല്യൂ 10ഉം സിയുടെ വാല്യൂ 10ഉം ആണെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് ചെക്ക് ചെയ്യുകയാണ്. അതായത് 10 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി എന്നാണ് ചെക്ക് 10 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ചെക്ക് ചെയ്യുകയാണ്. സോ അത് ട്രൂ ആയിരിക്കും. Fifth operator is logical operator. Logical operators are using to connect two or more expressions. രണ്ടോ അതിൽ കൂടുതൽ എക്സ്പ്രഷൻസിനെ തമ്മിൽ കണക്ട് ചെയ്യാനാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അതിൽ യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻസും അതുപോലെ റിട്ടേൺ വാല്യൂവും എപ്പോഴും ബൂളിയൻ വാല്യൂസ്, അതായത് ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും. അവിടെ 3 ഓപ്പറേറ്റേഴ്സ് ആണ് വരുന്നത്: ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ ആൻഡ് ലോജിക്കൽ നോട്ട്. അപ്പം ഞാൻ അവിടെ ഒരു 3 ട്രൂത്ത് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ഫോർ ആൻഡ് ഓപ്പറേഷൻ. അവിടെ 2 വാല്യൂസും ട്രൂ ആണെങ്കിൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് ട്രൂ ആകത്തുള്ളൂ. ഒരു വാല്യൂ ട്രൂ മറ്റൊരു വാല്യൂ ഫാൾസ് ആണെങ്കിലും അതിൻ്റെ റിസൾട്ട് ഫാൾസ് ആയിരിക്കും. ആദ്യത്തെ വാല്യൂ ഫോൾസും സെക്കൻഡ് വാല്യൂ ട്രൂ ആണെങ്കിൽ പോലും അത് ഫാൾസ് ആയിരിക്കും. 2 വാല്യൂ ഫാൾസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഫാൾസ് തന്നെയായിരിക്കും. അപ്പോൾ ആൻഡ് ഓപ്പറേഷനകത്ത് 2 വാല്യൂ ട്രൂ ആണെന്നുള്ള കേസിൽ മാത്രമേ ട്രൂ റിസൾട്ട് വരത്തുള്ളൂ. പക്ഷേ ഓർ ഓപ്പറേഷൻ്റെ കേസിൽ 2 വാല്യൂ ട്രൂ ആണെങ്കിലും ട്രൂ ആയിരിക്കും. അതിൽ ഏതെങ്കിലും ഒരു വാല്യൂ, അത് ട്രൂ ഓർ ഫോൾസ് ആണെങ്കിൽ അതിൻ്റെ റിസൾട്ട് ട്രൂ ആയിരിക്കും. ഫോൾസ് ഓർ ട്രൂ ആണെങ്കിലും അതിൻ്റെ റിസൾട്ട് ട്രൂ ആയിരിക്കും. അവിടെ ഫോൾസ് വരുന്നത് 2 വാല്യൂ ഫോൾസ് ഉള്ള കേസിൽ മാത്രമേ ഫോൾസ് വരത്തുള്ളൂ. തേർഡായ ലോജിക്കൽ നോട്ട് എന്ന് പറഞ്ഞാൽ റിവേഴ്സീവ് ആണ് ലോജിക്കൽ സ്റ്റേറ്റിന്. അതായത് ലോജിക്കൽ നോട്ട് ഓഫ് ട്രൂ എന്ന് പറഞ്ഞാൽ ഫോൾസും ലോജിക്കൽ നോട്ട് ഓഫ് ഫോൾസ് എന്ന് പറഞ്ഞാൽ ട്രൂ ആയിരിക്കും വരുന്നത്. സിക്സ്ത് ഓപ്പറേറ്റർ ആണ് ടെർണറി ഓപ്പറേറ്റർ, അല്ലെങ്കിൽ മറ്റൊരു പേരാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. അവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അവിടെ 3 ഓപ്പറാൻഡ്സ് ആണ് വരുന്നത്. എന്നിട്ട് ഇത് ബൂളിയൻ എക്സ്പ്രഷൻ ചെക്ക് ചെയ്യാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സിൻടാക്സ് വേരിയബിൾ ഈക്വൽസ് കണ്ടീഷൻ ക്വസ്റ്റ്യൻ മാർക്ക് എക്സ്പ്രഷൻ 1 ഫുൾ കോളൻ എക്സ്പ്രഷൻ 2. ഇവിടെ ഇതിൻ്റെ എക്സിക്യൂഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ എക്സ്പ്രഷൻ 1 എക്സിക്യൂട്ട് ആകും. ഇല്ലെങ്കിൽ, അതായത് ഫോൾസ് ആണെങ്കിൽ എക്സ്പ്രഷൻ 2 ആയിരിക്കും എക്സിക്യൂട്ട് ആവുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ എ ഈക്വൽസ് 10, ദെൻ ബി ഈക്വൽസ് എ ഈക്വൽസ് 5 ക്വസ്റ്റ്യൻ മാർക്ക് 50 ഫുൾ കോളൻ 40. ഇതിൻ്റെ മീനിങ് എയുടെ വാല്യൂ 5 ആണോ ചെക്ക് ചെയ്യുകയാണ്. അതാണ് എ ഈക്വൽസ് 5. അത് എയും ഈക്വൽസ് 5 ആണെന്നുണ്ടെങ്കിൽ അത് 50 എന്ന വാല്യൂ ആയിരിക്കും ബിക്ക് കൊടുക്കുക. അല്ലെങ്കിൽ അതായത് ഫോൾസ് ആണെങ്കിൽ 40 എന്ന വാല്യൂ ആയിരിക്കും ബിക്ക് കൊടുക്കുക. നമ്മുടെ ഈ എക്സാമ്പിളിൽ എയുടെ വാല്യൂ 10 ആണ്. സോ 10 ഈക്വൽസ് 5 അല്ല. സോ റിട്ടേൺ ചെയ്യുന്നത് ഫോൾസ് എന്ന വാല്യൂ ആയിരിക്കും. അപ്പോൾ അത് എക്സ്പ്രഷൻ 2 ആയ 40 എന്ന വാല്യൂവിനെ ആയിരിക്കും ബിക്ക് കൊടുക്കുന്നത്. അതേസമയം സെക്കൻഡ് എക്സാമ്പിളിൽ എയുടെ വാല്യൂ 5 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ എയുടെ വാല്യൂ 5 ഈക്വൽസ് 5 ആണ് ചെക്ക് ചെയ്യുകയാണ്. ആ കേസിൽ ഇത് ട്രൂ ആണ്. സോ അത് എക്സ്പ്രഷൻ 1 ആയ 50 എന്ന വാല്യൂവിനെ ബിയിലോട്ട് കൊടുക്കുന്നു. സോ വാല്യൂ ഓഫ് ബി ഈസ് 50. സെവൻത് ടൈപ്പ് ഓപ്പറേറ്റർ ആണ് ബിറ്റ്വൈസ് ഓപ്പറേറ്റർ. ഇവിടെ ഒരു നമ്പറിന്റെ ബിറ്റ്വൈസ് ആയിട്ട് എഴുതിയിട്ട് അതിന്റെ ഓരോ ബിറ്റിനെ മാനിപ്പുലേറ്റ് നമ്മൾ ചെയ്യുന്നതാണ് ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സിനകത്ത് വരുന്നത്. അതിൽ വരുന്ന ഓപ്പറേറ്റേഴ്സ് ബിറ്റ്വൈസ് ആൻഡ്, ബിറ്റ്വൈസ് ഓർ, ബിറ്റ്വൈസ് എക്സോർ, ബിറ്റ്വൈസ് കോംപ്ലിമെന്റ്, ബൈനറി ലെഫ്റ്റ് ആൻഡ് ബൈനറി റൈറ്റ്. ബൈനറി ഓപ്പറേഷൻസ് നമുക്കറിയാവുന്നത് എപ്പോഴും സീറോസ് ആൻഡ് വൺസ് വെച്ചിട്ടാണ് കാൽക്കുലേഷൻസ് വരുന്നത്. അപ്പോൾ ബിറ്റ്വൈസ് ആൻഡിന്റെ കേസിലാണെങ്കിൽ അത് 2 ഇൻപുട്ട് വാല്യൂസിനെ അല്ലെങ്കിൽ 2 ഓപ്പറാൻഡ് വാല്യൂസിനെ ആൻഡ് ഓപ്പറേഷൻ ചെയ്യുകയാണ്. അവിടെ 2 വാല്യൂസും 1 ആവുന്ന കേസിൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് 1 ആവത്തുള്ളൂ. ബാക്കി കേസിൽ അത് 0 ആയിരിക്കും വരുന്നത്. അപ്പോൾ എൻ്റെ എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. എ ഈക്വൽസ് 50, ബി ഈക്വൽസ് 25. അപ്പോൾ അതിൻ്റെ ബിറ്റ് വാല്യൂസ് എഴുതിയിട്ട് അതിനെ ആൻഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് 16 ആയിരിക്കും വരുന്നത്. രണ്ടാമത്തെ ആണ് ബിറ്റ്വൈസ് ഓർ. അത് 2 ഇൻപുട്ട് വാല്യൂസിനെ ഓർ ഓപ്പറേഷൻ ചെയ്യുകയാണ്. വൺസ് ആൻഡ് സീറോസിൻ്റെ ഫോമിൽ എഴുതിയിട്ട്. എക്സാമ്പിൾ എ ഈക്വൽസ് 50, ബി ഈക്വൽസ് 25, ദെൻ എ ബിറ്റ്വൈസ് ഓർ ബി എന്ന് പറഞ്ഞാൽ ആൻസർ 59 ആയിരിക്കും. ഇതുപോലെ ആയിരിക്കും തേർഡ് ഓപ്പറേഷൻസ് എക്സ് ഓർ, ബിറ്റ്വൈസ് കോംപ്ലിമെന്റ്, ബൈനറി ലെഫ്റ്റ്, ബൈനറി റൈറ്റ്. അതിൽ ബൈനറി ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനെ ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ്.
ബിറ്റ്സിനെ ഷിഫ്റ്റ് ചെയ്യുന്നു. എക്സാമ്പിൾ എ ഈക്വൽസ് 50, ദെൻ എ ബൈനറി ലെഫ്റ്റ് 2 ഈക്വൽസ് 200 ആയിരിക്കും. അതായത് 50 എന്ന വാല്യൂവിനെ 2 ബിറ്റ്സ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് 200 ആയിരിക്കും വരിക. അതുപോലെ തന്നെയാണ് ബൈനറി റൈറ്റ്, അതായത് ആ നമ്പറിനെ ബിറ്റ്സിനെ നമ്മൾ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പം എ ബൈനറി റൈറ്റ് 2 എന്ന് കൊടുത്താൽ 50നെ 2 ബിറ്റ്സ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് 12 ആയിരിക്കും വരുന്നത്. അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഓപ്പറേറ്റർ പ്രസിഡൻസ്. ഓപ്പറേറ്റർ പ്രസിഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പ്രഷനിൽ ഒന്നിൽ കൂടുതൽ ഓപ്പറേറ്റേഴ്സ് വന്നാൽ അതിൽ ഏത് ഓപ്പറേറ്ററിനെയാണ് ആദ്യം പെർഫോം ചെയ്യുക, ഏത് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻ ആദ്യം പെർഫോം ചെയ്യുക, അത് ഡിഫൈൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഓപ്പറേറ്റർ പ്രസിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ടേബിൾ കാണാം. അതിൽ 4 കോളംസ് ആണുള്ളത്: പ്രസിഡൻസ്, ഓപ്പറേറ്റർ, ടൈപ്പ് ആൻഡ് അസോസിയേറ്റിവിറ്റി. അതിൽ അസോസിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരേ പ്രസിഡൻസ് ഉള്ള ഓപ്പറേറ്റേഴ്സ്, ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ബ്രാക്കറ്റ്സ്, ഓപ്പൺ പാരന്തസിസ് ഉണ്ട്, അറേയുടെ യൂസ് ചെയ്യുന്ന സ്ക്വയർ ബ്രാക്കറ്റും ഉണ്ട്. ഇത് രണ്ടിനും സെയിം പ്രസിഡൻസ് ആണ്. അപ്പോൾ ഈ രണ്ട് ഓപ്പറേറ്റേഴ്സും ഒരേ എക്സ്പ്രഷന് വന്നാൽ അതിലേതാണ് ആദ്യം യൂസ് ചെയ്യേണ്ടത്, അതിനെ ഡിഫൈൻ ചെയ്യുന്നതാണ് അസോസിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് കേസിലാണെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് ആണ്, അത് ലെഫ്റ്റിൽ ആദ്യം ഏതാണ് വരുന്നത് അത് പെർഫോം ചെയ്യുന്നു, പിന്നീട് റൈറ്റിലോട്ട് പോകുന്നു. അതാണ് നമ്മൾ അസോസിയേറ്റിവിറ്റിക്കകത്ത് ഡിഫൈൻ ചെയ്യുക. അപ്പം നമ്മുടെ ടേബിളിനകത്ത് ഹൈ ലെവലിലുള്ളതാണ് ടോപ്പിക് കൊടുത്തിരിക്കുന്നത്. താഴോട്ട് പോകുന്തോറും അതിൻ്റെ പ്രസിഡൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഹൈ പ്രസിഡൻസ് ഉള്ളതാണ് ഓപ്പൺ ബ്രാക്കറ്റ്സും സ്ക്വയർ ബ്രാക്കറ്റ്സും ഡോട്ടും, അതായത് മെമ്പർ സെലക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് യൂണറി പോസ്റ്റ് ഇൻക്രിമെൻറ്റ്, യൂണറി പോസ്റ്റ് ഡിക്രിമെൻറ്റ്, പിന്നീട് യൂണറി പ്രീ ഇൻക്രിമെൻറ്റ്, യൂണറി പ്രീ ഡിക്രിമെൻറ്റ്, യൂണറി പ്ലസ്, യൂണറി മൈനസ്, അങ്ങനെയുള്ള ഓപ്പറേഷൻസ് വരുന്നു. അടുത്തത് ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്, ഓപ്പറേറ്റർ പ്രസിഡൻസിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. നമ്മൾ കൂടുതൽ വലിയ പ്രോഗ്രാമിലോട്ട് ഞാൻ നാളെയുള്ള സെഷനകത്ത് കൂടുതൽ എടുക്കുന്നതായിരിക്കും. ഇതൊരു ചുമ്മാ ചെറിയൊരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇതിൽ എയുടെ വാല്യൂ 10, ബിയുടെ വാല്യൂ 5, സിയുടെ വാല്യൂ 1. അപ്പോൾ അതിൻ്റെ എക്സ്പ്രഷൻ കൊടുത്തിരിക്കുന്നത് എ മൈനസ് പ്ലസ് പ്ലസ് സി മൈനസ് പ്ലസ് പ്ലസ് ബി എന്നാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് 2 എന്നായിരിക്കും കിട്ടുക. അപ്പോൾ അതെങ്ങനെ കിട്ടി, ആ സ്റ്റെപ്സ് നമുക്ക് കാണാം. അപ്പം സ്റ്റെപ്പ് 1 നമ്മൾ ചെക്ക് ചെയ്യും ഇതിൽ ഏത് ഓപ്പറേറ്റേഴ്സിനാണ് ഫസ്റ്റ് പ്രസിഡൻസ് എന്ന്. ഇതിലുള്ള ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്? മൈനസ് ഉണ്ട്, പ്ലസ് പ്ലസ് ഉണ്ട്. പ്ലസ് പ്ലസ് മീൻസ് പ്രീ ഇൻക്രിമെൻറ്റ്. അപ്പോൾ പ്രീ ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ മൈനസ് ഓപ്പറേറ്റർ, 2 ഓപ്പറേറ്റേഴ്സാണ് ഉള്ളത്. ഇതിൽ ഏതിനാണ് ഹൈ പ്രസിഡൻസ്? ഡെഫിനറ്റ്ലി പ്ലസ് പ്ലസ്സിന്. അപ്പം വീണ്ടും ഒരു കൺഫ്യൂഷൻ, 2 പ്ലസ് പ്ലസ്, അതായത് പ്ലസ് പ്ലസ് സിയും ഉണ്ട് പ്ലസ് പ്ലസ് ബിയും ഉണ്ട്. അവിടെയാണ് നമ്മൾ അസോസിയേറ്റിവിറ്റി കണക്കിലെടുക്കുന്നത്. ഈ പ്ലസ് പ്ലസിൻ്റെ കേസിൽ, അതായത് പ്രീ ഇൻക്രിമെൻറ്റിൻ്റെ കേസിൽ അസോസിയേറ്റിവിറ്റി എന്ന് പറയുന്നത് റൈറ്റ് ടു ലെഫ്റ്റ്, അതായത് റൈറ്റിൽ ഏതാണോ വരുന്നത് അത് ഫസ്റ്റ് ആയിരിക്കും ചെയ്യുക. ഈ കേസിലാണെങ്കിൽ റൈറ്റിൽ വരുന്ന ബി ആണ്, സോ പ്ലസ് പ്ലസ് ബി ആയിരിക്കും ആദ്യം ഇവാലുവേറ്റ് ചെയ്യുക. സോ പ്ലസ് പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 5 + 1 മീൻസ് 6 ആയിരിക്കും റിസൾട്ട്. സ്റ്റെപ്പ് 2 ഈ പ്ലസ് പ്ലസിൻ്റെ അടുത്ത എക്സ്പ്രഷനായ സി എടുക്കുക, അതായത് പ്ലസ് പ്ലസ് സി എന്നുള്ളത്. അപ്പം അതിൻ്റെ ആൻസർ സിയുടെ വാല്യൂ 1 ആണ്, അപ്പം 1 ആഡ് ചെയ്യും അതിൻ്റെ കൂടെ, അപ്പോൾ 2 ആയിരിക്കും അതിൻ്റെ ആൻസർ. സ്റ്റെപ്പ് 3 നമുക്ക് ഇപ്പോൾ കിട്ടിയ റിസൾട്ട്സിനെ ഒന്ന് കമ്പൈൻ ചെയ്ത് എഴുതിയാണ്. അപ്പം എയുടെ വാല്യൂ 10 ആണ്, സോ 10 മൈനസ് പ്ലസ് പ്ലസ് സിയുടെ ആൻസർ 2 ആണ്, സോ 10 - 2 ദെൻ -6. സോ ദ ആൻസർ എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും വരുന്നത്.